ഗോവൻ തീരത്ത് ഇന്നലെ ചരക്ക് കപ്പലിന് തീപിടിച്ചിരുന്നു. ഈ തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കപ്പൽ ജീവനക്കാരൻ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം വഴി ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്ന കപ്പലിനാണ് ഇന്നലെ തീപിടിച്ചത്. മരിച്ച ജീവനക്കാരൻ ഫിലിപ്പീൻസ് സ്വദേശിയാണ്. യുക്രൈൻ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 21 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അപ്പൊ മച്ചാനത് അവിടെ ഒരു കണ്ടെയ്നർ വെസൽ കിടന്നിട്ട് പുകയാണ്, തീ പിടിച്ചേക്കാണ്. ഒരാളും മരിച്ചിട്ടുണ്ട്. ആ കണ്ടെയ്നർ വെസൽ കാർഗോയിൽ തീ പിടിച്ചാണ്. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് ഭയങ്കര ദൂരെയാണ്. ഇപ്പോഴും ഇന്നലെ തീ പിടിച്ചിട്ട് ഇന്നും അണഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അതില് തീ പിടിച്ച അതില് മരിച്ച ആരാന്ന് അറിയില്ല. എന്തായാലും റെസ്റ്റ് ഇൻ പീസ്, എന്താ പറയാ അല്ലേ. അപ്പൊ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ഉണ്ട് മച്ചാനെ. എപ്പോ വേണമെങ്കിലും കടലിൽ എന്ത് സംഭവിക്കാം. ഇത് ആങ്കറിലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചുറ്റിനും വേറെ ഷിപ്പുകളും കാര്യങ്ങളും ഉണ്ടായി. കോസ്റ്റ് ഗാർഡൊക്കെ ആ ടൈമിൽ വന്നെന്ന് തോന്നണം. പക്ഷേ തീ എങ്ങനെ പിടിച്ചു, ഏത് വഴി പിടിച്ചു എന്നൊക്കെ നമുക്കറിയില്ല. ജസ്റ്റ് ഞങ്ങളുടെ കപ്പലിന്റെ അടുത്താണ് ഈ സംഭവം നടന്നത്. അപ്പം മച്ചാനെ ഇത്രയും ഡേഞ്ചറസ് ആയ ജോബാണ് ഞങ്ങൾ ഇവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മച്ചാൻ ഇത്രയും റിസ്ക് എടുത്ത് ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഇത്രയും, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നലെ തൊട്ടാണ് പുക അങ്ങനെ തുടങ്ങിയത്. പുക ഇപ്പോഴും കേട്ടിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ തീ, എന്തിട്ടായിരിക്കും തീ പിടിച്ചെന്ന് ഒരു പിടുത്തൂല കേട്ടോ. അപ്പൊ മച്ചാൻ ഇത് വൈകിട്ടാണ് ജസ്റ്റ് അത്രയും ദൂരെയുണ്ട്, സൂം ചെയ്തിട്ട് അത്രയും ദൂരെയാണ്. എന്നിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന സംഭവം. വലിയ കണ്ടെയ്നർ ഷിപ്പാണ്. പിന്നെ മേഴ്സ്കിൻ്റെ ഒരു കപ്പലാണിത്. എനിക്ക് പേരൊന്നും അറിഞ്ഞൂടെ കപ്പലിൻ്റെ. പക്ഷേ പുക പിടിച്ച് തീ പിടിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട്. ന്യൂസിലൊക്കെ വന്നായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മച്ചാനെ ഞങ്ങൾ അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശോകമാണ്. ഒരാൾ മരിച്ചു കപ്പലിൻ്റെ, ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കപ്പലിൽ. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ശോകമാണ്. എടാ അപ്പം അതിനെ കുളർന്നു വരുമോ? അപ്പം മച്ചാൻ ഇതിൽ കൂടെ നോക്കിയാൽ ചെറുതായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും. ഞാൻ നോക്കട്ടെ കേട്ടോ. അപ്പൊ അതിന്റെ അടുത്ത് വേറൊരു ഇത് വന്നിട്ടുണ്ടല്ലോ, കണ്ടാ നിങ്ങ? കോസ്റ്റ് ഗാർഡാണത്. അപ്പം മച്ചാനെ അതിന്റെ ആ കപ്പലിന് ചുറ്റും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി ഉണ്ട് കേട്ടോ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ ആ പോർട്ടിലോട്ട് അത് കയറ്റുള്ളുണ്ടോ. കോസ്റ്റ് ഗാർഡ് വേണ്ടോ. ഈ കണ്ടെയ്നർ ഷിപ്പിൽ നടന്നേക്കണത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാ. പല കാർഗോ ആയിരിക്കും ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ അതിനുള്ളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ചെറിയൊരു എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇലക്ട്രോണിക്സ് ഐറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം കത്ത് പിടിച്ചാൽ മതി, ഫുള്ള് കണ്ടെയ്നർ മൊത്തം നിന്ന് കത്തും. അത് കഴിഞ്ഞാൽ അത് കപ്പലിലോട്ട് പടർന്നാലാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നത്. അതാണ് നോർമലി കണ്ടെയ്നർ ഷിപ്പിലൊക്കെ നടക്കാറുള്ളത്. പിന്നെ റീഫർ കണ്ടെയ്നറുകൾ ഉണ്ടാവും ഇങ്ങനെ കൂളായിട്ട്. പിന്നെ AC കണ്ടെയ്നേഴ്സ് ഉണ്ടാവും ചില കപ്പലിൽ. അതും തീ പിടിക്കാനും ഷോർട്ടേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും നടന്നേക്കണത്. അല്ലാണ്ട് കപ്പലിലെ ഏതെങ്കിലും മെഷീനറി ഇപ്പം കത്ത് പിടിച്ചാൽ ഇത്രയും 2 ദിവസം നിന്ന് കത്തോലും ഇത്രയും പുകയുണ്ടാവൂല എന്നാണ് എനിക്ക് തോന്നണത്. എൻ്റെ ഒരു ഉദ്ദേശ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട്. അപ്പം ന്യൂസിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കിടക്കണ്ട കേട്ടോ. അപ്പോൾ ചാമാരെ ഒരുപാട് സീമന്മാർ ഇങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യണത്. അപ്പോൾ കണ്ട ഏതേ അപ്പോൾ മച്ചാനെ കോസ്റ്റ് ഗാർഡ് വന്നിട്ട് തീ അണക്കണണ്ട, ഇങ്ങനെ വെള്ളം ചീറ്റിച്ചിട്ട് ജസ്റ്റ് കണ്ടാ. തീ ഇപ്പോഴും കെട്ടിട്ടില്ല, അവര് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടിട്ടില്ല. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഇന്ത്യൻ നേവി എല്ലാ കാര്യങ്ങളും അടുത്തുണ്ട് കേട്ടോ. മച്ചാനെ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ എല്ലാ ക്രൂവിൻ്റെയും അവസ്ഥ വളരെ മോശമായിരിക്കും. അവരുടെ ഫാമിലിയുടെയും അവസ്ഥ വളരെ മോശമായിരിക്കും. അപ്പോൾ മച്ചാനെ ബാക്കിയുള്ളവരും സേഫായിട്ട് വീട്ടിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതുപോലെ കുറേ ആക്സിഡൻറ്റും കാര്യങ്ങളും കപ്പലിൽ നടക്കാറുണ്ട്. അപ്പോൾ സേഫ്റ്റി ഇവിടെ വന്ന എല്ലാ പുതിയ പിള്ളേരോടും പറയാനുള്ളത് സേഫ്റ്റി ഫസ്റ്റ്. സേഫ്റ്റി നോക്കിയിട്ട് നിങ്ങൾ പണിയെടുക്കുക. കടലിൽ വെച്ച് ഇങ്ങനെ നടുക്കടലിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ മച്ചാനെ. അപ്പോൾ വലിയ അപകടം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ആങ്കറിൽ കിടക്കണ അതുകൊണ്ടാണ് ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നേവിയൊക്കെ വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റിയത്. അല്ലെങ്കിൽ ഓപ്പൺ സീലാണെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് പെട്ടുപോയനെ മച്ചന്മാരെ. അപ്പം മച്ചാനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ന്യൂസിലുണ്ട് കേട്ടോ. അപ്പം ന്യൂസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാം. ഞങ്ങളുടെ കപ്പലിൻ്റെ അടുത്ത് ഇത് ജസ്റ്റ് കണ്ടു, ഇങ്ങനൊരു ഇൻഫർമേഷൻ കിട്ടി, ഇങ്ങനൊരു കാഴ്ച ഞങ്ങൾ കണ്ടു. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ എന്താണ് പറ്റിയതെന്നും നമുക്കിതുവരെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പം മച്ചന്മാരെ ഞങ്ങളല്ലാണ്ട് കുറച്ച് ആൾക്കാർ കപ്പലുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഓരോരുത്തരായിട്ട്. അതെ ഇവരല്ലട്ടാ നമ്മുടെ കിളിക്കൂട്ടന്മാരൊന്നും എടുക്കട്ടെ. ഹായ്. അപ്പം ഇത് എന്ത് പക്കിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. മച്ചാന് ഇഷ്ടംമാരുണ്ട് കേട്ടോ. ലമ്പക്കി ഇഷ്ടംമാര് അവിടെ എവിടേക്ക് ഇരുന്നിട്ട് ഇവിടെ മീൻ പിടിച്ച് ഇവിടെ എന്തോ ഫുഡിൻ്റെ സംഭവം ഉണ്ട് തോന്നണ്. അതുകൊണ്ടാണ് അവർ മീൻ പിടിക്കാനായിട്ട് വന്നേക്കിരിക്കുമെന്ന് എനിക്ക് തോന്നണം. എനിക്ക് കറക്റ്റ് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ മച്ചാനെ കുറേ ലമ്പക്കികളുണ്ട് ഇവിടെ. കടൽ പക്ഷികളാണ്
ഇതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ കുറേ എൻ്റെ പിന്നെ ബാക്കിലേക്ക് ഇഷ്ടംമാരെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലത്തെ അടിപൊളി കപ്പൽ വീഡിയോസും വിശേഷങ്ങൾക്കും ആയി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നോക്കട്ടെ കേട്ടാ, പിടിക്കാൻ പറ്റും നോക്കട്ടെ. ഇതെല്ലാം കൂടി പറന്നുപോയി മച്ചാനെ. ചേടാ ഹായ്. പറന്നുപോയി എല്ലാം കൂടി പറന്നുപോയപ്പോൾ സമാധാനമായില്ലേ. സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ല, ഇവിടെ ചെറിയ റഫാണ് മച്ചാനെ. ദീ എൻ്റെ പൊന്നോതി ഇവിടെ കുറേ ഉണ്ട് കേട്ടാ, ഇഷ്ടംമാരുണ്ട്. എല്ലാത്തിനും പറത്തി വിട്ടിട്ടുണ്ട്. അപ്പം മച്ചാനെ ഇത് ഈവനിങ് കാഴ്ചയാണ്. ഞങ്ങൾ ആങ്കർ ഇട്ടേക്കാണ്. ഇവിടെ നേവി കോസ്റ്റ് ഗാർഡ് ഉണ്ടോ, കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഉണ്ട്. അപ്പോൾ മച്ചാനെ ഇഷ്ടംമാര് പക്കിയിലോ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ മീൻ പിടിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ മച്ചാനെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ ഒളിച്ചിരിക്കേണ്ട കേട്ടോ കുറച്ച് പേര്. നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ. അപ്പം മച്ചാനെ ഇതുപോലത്തെ അടിപൊളി കടൽ വിശേഷങ്ങൾ അറിയാണ്ട്, കടലിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാണ്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇത് ഞങ്ങളെ കൂടാണ്ട് അതിഥികളായി വരുന്ന കുറേ ആൾക്കാരുണ്ട കപ്പലിൽ. ഇത് നിങ്ങൾ പാവം ഇതെങ്ങനെ ഇരിക്കണ്ട, അതേ ഇത്ര അടുത്ത് വന്നിട്ട് പോണില്ലട്ടാ. എന്ത് പറ്റി മക്കളെ? അപ്പം നല്ല രസമുണ്ട് കാണാൻ. തൊടാൻ പറ്റുമെന്ന് അറിയില്ല, തൊട്ട് നോക്കട്ടെ കേട്ടോ. പോയി അയ്യോ പിടിക്കാൻ പറ്റിയില്ല, പോയി. നീ ആരാടാ? അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇവൻ വരുത്തനണ്ട. ഇതെന്ത് കളിയാണ്? പേടിയില്ലല്ലോ. കോഴിയല്ലേ നിന്നെ? അപ്പൊ ഇന്നേക്കൊരു പൊടി ഇവനങ്ങോട്ട് പിടിച്ച് ബാർബിക്ക് അടിച്ചാലോ വെച്ചാനെ. അപ്പൊ ഇവനങ്ങ് വാഴയില ചുട്ടെടുത്താലേ ഉണ്ടാവും. ബാ ഇതിന് അച്ഛനെ ഇതിനത് കാല് നോക്കിയേ മറ്റേ താറാവിന് പോലത്തെ. അപ്പൊ ഇന്ന് ഡക്ക് ഫ്രൈ, ഇന്നേക്കൊരു പൊടി. അപ്പൊ മച്ചാനെ ബാ. അവതേ മുകളിലിരുന്ന് നമ്മുടെ വാച്ച് കീപ്പേഴ്സ് ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ. അപ്പോൾ മച്ചാനെ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ കടലിൽ നടക്കുന്നുണ്ട്, കപ്പലിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കുറേ കാഴ്ചകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടക്കാറുണ്ട് കപ്പലിൽ. ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.